ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ്, ഡോപ്പയിൽ നിന്നാണ്. ഇന്ന് നമ്മളുടെ 10ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് വന്നിരിക്കുന്ന എല്ലാ കുട്ടികളെയും മനസ്സ് തുറന്ന് അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം, വളരെയധികം ഉയർന്ന ശതമാനത്തിൽ എല്ലാവരും വിജയം കൈവരിച്ചിട്ടുണ്ട്. മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഒരുപാട് ആളുകൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. ഫുൾ A+ കിട്ടിയവരെയും അതുപോലെ മറ്റ് A+ന്റെ എണ്ണം കുറച്ച് കുറഞ്ഞിട്ട് വിജയിച്ച ആളുകളെയും വളരെ ചെറിയ ശതമാനമാണെങ്കിൽ പോലും പരാജയപ്പെട്ട ആളുകളെയും നമ്മൾക്ക് ഒരുപോലെ കാണേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം, A+കളുടെ എണ്ണമല്ല ഒരിക്കലും ജീവിതത്തിൻ്റെ വിജയം നിർണ്ണയിക്കുന്നത്. ചെറിയ A+ കിട്ടിയവരും പരാജയപ്പെട്ട ആളുകളും എല്ലാം ഭാവിയിൽ വളരെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയരേണ്ടവരാണ്. നമ്മൾക്കറിയാം, ചരിത്രം പരിശോധിച്ചാൽ തന്നെ പലതരത്തിലുള്ള ആളുകൾ നമ്മൾക്കറിയാം, വിവിധ തരത്തിലുള്ള സ്പോർട്സ് ഇനങ്ങളിൽ വന്നവരായാലും സയൻറ്റിസ്റ്റുകളായാലും ഉയർന്ന പദവികളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരായാലും നമ്മൾ ഭരണകർത്താക്കളായാലും പലരും പല സമയങ്ങളിൽ തോറ്റുപോയവരാണ്. തോറ്റുപോയ ആളുകൾ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പടപൊരുതി ജയിച്ചവരേക്കാൾ മുന്നിലെത്തി അവരും അവസാനം ജയിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. സോ തീർച്ചയായും തോറ്റവർക്കും A+ കുറഞ്ഞവർക്കും എല്ലാവർക്കും സാധ്യതകളുള്ള വലിയ ഒരു ലോകമാണ് മുന്നിൽ കാണാനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഭാവി ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കാര്യവും നമ്മൾ പരിഗണിക്കേണ്ടത്. നമ്മൾക്കറിയാം, നമ്മളുടെ നാട്ടിൽ നിലവിലുള്ള അവസ്ഥ അനുസരിച്ച് മുഴുവൻ A+ കിട്ടിയ എല്ലാവരും സയൻസ് എടുക്കുക, അല്ലെങ്കിൽ A+കളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുക്കുക എന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ A+ ഉള്ളവർ മാത്രമാണോ സയൻസ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഫുൾ A+ ഉള്ള എല്ലാവരും സയൻസ് തന്നെ എടുക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. ഫുൾ A+ ഉണ്ടെങ്കിലും A+ കുറവാണെങ്കിലും നിങ്ങൾക്ക് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുക്കാവുന്നതാണ്. അത് എങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? അത് തിരിച്ചറിയുന്നത് നിങ്ങളുടെ അഭിരുചികൾക്കനുസരിച്ചാണ്. നിങ്ങളുടെ ഇടയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും കലാകാരന്മാരും ഭരണകർത്താക്കളും അഡ്വക്കേറ്റുമാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും എല്ലാവരുമുണ്ട്. സോ എല്ലാവരും സയൻസ് എടുക്കണം എന്നത് ഒരിക്കലും നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന, നമ്മൾ ഉപദേശിക്കുന്ന കാര്യമല്ല. സോ ആരാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരിക? എങ്ങനെ ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സ്യൂട്ടാവുക, ഓരോ കോഴ്സിൻ്റെയും അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും എന്തെല്ലാമാണ്, ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഇന്ന് ഡോപ്പയുണ്ട്. ഡോപ്പ എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ ഓരോരുത്തരും നിങ്ങൾക്കായിട്ട് നിങ്ങൾ ഏത് കോഴ്സ് എടുക്കണം, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലായി ഏകദേശം 2000-ഓളം കുട്ടികൾക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുക്കുകയും ഈ വർഷം 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെയായി ഡോപ്പയെ ഡിപ്പെൻഡ് ചെയ്ത് ഏകദേശം 350-ഓളം സ്റ്റുഡൻസ് വരികയും അവർക്ക് ഓരോരുത്തർക്കും കൃത്യമായ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഡോപ്പയിലുള്ള സ്റ്റുഡൻസിൽ 200-ഓളം പേർക്ക് നമ്മൾക്ക് ഫുൾ A+ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത്രയധികം കുട്ടികളുമായി സംവദിച്ചതിൻ്റെ ഭാഗമായി നമ്മൾക്ക് മനസ്സിലായ കാര്യമാണ്, നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടെന്ന്. സോ കേരളത്തിലുള്ള മുഴുവൻ കുട്ടികളെയും ഞങ്ങൾ ഡോപ്പയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ വരൂ, നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരാം നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന്. കൊമേഴ്സിൻ്റെ അഡ്വാൻറ്റേജുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഹ്യൂമാനിറ്റീസിൻ്റെ അഡ്വാൻറ്റേജുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, സയൻസിൻ്റെ അഡ്വാൻറ്റേജുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾ സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എടുക്കേണ്ടതെന്ന്. അതിനുശേഷം നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ നിന്നും മിസ്സായി പോയ ചില പാഠഭാഗങ്ങളുണ്ട്. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് ചില പാഠഭാഗങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളുടെ ബേസിക്സിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പരിഹരിച്ചതിന് ശേഷം വേണം നിങ്ങൾക്ക് +1ലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ +1ലെ പാഠഭാഗങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സോ ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് +1ലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതാണ് നിങ്ങൾക്ക് ഡോപ്പ ഇന്ന് ഓഫർ ചെയ്യുന്നത്. ഡോപ്പ 10.5, 10നും 11നും ഇടയിലുള്ള ആ ഒരു കോഴ്സ്, നിങ്ങൾ എല്ലാവരും നോക്കുന്ന കോഴ്സ്, അത് തരാൻ വേണ്ടിയിട്ട് ഡോപ്പ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. വരുന്ന 26-ാം തീയതി മുതലാണ് ഡോപ്പ 10.5 ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരുപാട് സസ്പെൻസുകളും ഒരുപാട് ബിഗ് ഇവൻസും ഒരുപാട് കോമ്പറ്റീഷനുകളും വലിയ പ്രൈസുകളുമുള്ള ആ ഒരാഴ്ച, നമ്മളുടെ ജീവിതം മാറ്റിമറിക്കുന്ന, നമ്മളുടെ ജീവിതത്തിൽ ബേസിക് സ്ട്രോങ് ആക്കി തരുന്ന ആ ഒരാഴ്ചക്കായി കാത്തിരിക്കുക. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം ചെയ്താൽ മതി. ഇവിടെ കാണിക്കുന്ന ഈ ഫോൺ നമ്പറുകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പേര് വാട്സാപ്പ് ചെയ്ത് തന്നാൽ മാത്രം മതിയാകും. ബാക്കി ഡോപ്പ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഡോപ്പ റെഡിയാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 26-നായിരിക്കും. ഒരാഴ്ച കാലം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ഓൾ ദ ബെസ്റ്റ്.